ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഓരോ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും ബി ജെ പി വലിയ അവകാശവാദങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. 2016 മാത്രമാണ് ബി ജെ പിക്ക് നിയമസഭാ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. 2021 അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഇത്തവണ ബി ജെ പിക്ക് കേരളത്തിൽ കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമോ? ഈ ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കൂടെയുള്ളത് കേന്ദ്ര സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും രാഷ്ട്രീയ നിരീക്ഷകരുമായ ഡോക്ടർ കെ ജയപ്രസാദാണ്. നമസ്തേ. ഇത്തവണ ബി ജെ പി വലിയ പ്രതീക്ഷയിലാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് നേടാൻ പറ്റി. തിരുവനന്തപുരത്തും ആറ്റിങ്ങിലും വളരെ ക്ലോസ് ആയിട്ട് അവർ വന്നു. പല നിയമസഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 1ാം സ്ഥാനത്തായിരുന്നു, മറ്റു പല സ്ഥലത്തും 2ാം സ്ഥാനത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ തങ്ങൾക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി കരുതുന്നത്. അതിന് എത്രത്തോളം അവർക്കത് പ്രാവർത്തിക തലത്തിൽ എത്തിക്കാൻ പറ്റും ഈ വിജയ പ്രതീക്ഷകളെ? കേരളത്തില് ബി ജെ പി ഇന്ന് ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നിട്ടുണ്ട്. കേരളത്തിലെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വിജയ സാധ്യതയുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് കേരളം 1967 മുതൽ ശക്തമായ മുന്നണി രാഷ്ട്രീയത്താൽ ധ്രുവീകരിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ്. ബി ജെ പിക്ക് ശക്തമായ ഘടകകക്ഷികളോ അലയൻസ് പാർട്ട്നേഴ്സ് ഇല്ലാത്തതാണ് ബി ജെ പിയെ വിജയത്തിലേക്ക് കൊണ്ടുവരാത്തത്. ഉദാഹരണത്തിന് കേരളത്തിലെ ഇപ്പൊ നമ്മള് എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ നമ്മൾ ബി ജെ പിക്ക് ഏറ്റവും ഹയസ്റ്റ് വോട്ട് ഷെയർ ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ലോകസഭയിൽ സംസ്ഥാനാടിസ്ഥാനത്തിൽ 20%. അത് നമ്മൾ ഒരു 4-5 നിയോജക മണ്ഡലങ്ങളിലേക്ക് ഒരു 6 മണ്ഡലങ്ങളിലേക്ക് ചുരുക്കുകയാണെങ്കിൽ അതിന്റെ പെർസെൻറ്റേജ് ഏതാണ്ട് 35-30% വരും ഈ മണ്ഡലങ്ങളിൽ. അതായത് നമ്മൾ മറ്റു എല്ലാ മണ്ഡലങ്ങളും കൂടെ ചേർക്കുമ്പോൾ 20% എന്ന് പറഞ്ഞത്. അപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 13.3%, 2016 അത് 15.1%, 2019 ലോക്സഭയിൽ അത് 15.6%, 2020 തദ്ദേശത്തില് അത് 15.1%, 2021 നിയമസഭയിൽ അല്പം കുറഞ്ഞ് 12.41%, ലോകസഭയിൽ 2024 അത് വീണ്ടും 19.6%, അതായത് 20%. 25 തദ്ദേശത്തിലും അത് 15%-ലേക്ക് ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയുണ്ടായി. അപ്പം ബി ജെ പിക്ക് ഒരു പരിധി വരെ കേരളത്തിലെ 6-7 ജില്ലകളിൽ, അത് ജില്ലകളുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, ഈ ജില്ലകളിലും കാസർഗോഡ് ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും വളരെ ശക്തമായ അടിത്തറയും കരുത്തുമുണ്ട്. അതെന്ന് പറയുന്ന കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രമാനുഗതമായി അത് വളർച്ചയും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ബി ജെ പിക്ക് ഉണ്ടെന്നുള്ളതാണ്. അതിൽ മറ്റുള്ള ഒരു ഫ്ലോട്ടിംഗ് വോട്ടല്ല വരുന്നത്. അതുകൊണ്ട് വിജയ സാധ്യതയിലേക്ക് പലപ്പോഴും എത്തിയില്ലെങ്കിലും വിജയത്തിന്റെ തൊട്ടടുത്തേക്ക് വരികയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 40-50 അസംബ്ലി സെഗ്മെന്റിൽ ബി ജെ പിക്ക് വലിയ വോട്ട് ഷെയർ ഉണ്ട്. അതിൽ തന്നെ 29 അസംബ്ലി സെഗ്മെന്റിൽ 40,000-ന് മുകളിലേക്ക് ബി ജെ പി വോട്ട് ലഭിക്കുകയുണ്ടായി. അപ്പം മാത്രമല്ല 20 അസംബ്ലി സെഗ്മെന്റിൽ ബി ജെ പി ഇടതുപക്ഷത്തിനേക്കാളും കൂടുതൽ വോട്ട് ലഭിച്ചു. 11 യു ഡി എഫിന്റെ മുകളിലേക്ക് വന്നു. അപ്പം ബി ജെ പി ഓരോ തെരഞ്ഞെടുപ്പിലും അതിന്റെ ചുവട് വെക്കുന്നത് കുറച്ചുകൂടി കരുത്ത് ആണ്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ബി ജെ പിക്ക് വിജയം വരാത്തതിന്റെ കാരണം കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം പങ്കിടുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയിൽ ബി ജെ പി ഒറ്റയ്ക്ക് നിന്ന് തേർഡ് പാർട്ടി ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വിജയ സാധ്യത ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണെന്ന തെളിവ് 2004 തന്നെ ഉണ്ടായി. 2004 അന്ന് മൂവാറ്റുപുഴ മണ്ഡലത്തില് ക്രിസ്ത്യൻ സമൂഹത്തിന് വലിയ ഡോമിനൻസ് മണ്ഡലത്തില് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും തോൽപ്പിച്ചിട്ട് ബി ജെ പി മുന്നണിയിൽ നിന്നുകൊണ്ട് NDA സ്ഥാനാർത്ഥിയായിട്ട് PC തോമസ് ജയിക്കേണ്ടത്. കാരണം അന്ന് അദ്ദേഹം മന്ത്രിയാണ്. ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും കേന്ദ്രസഭയിൽ മന്ത്രിയാകുമെന്നൊരു ധാരണയുണ്ടായിരുന്നു. അപ്പം വിജയ പ്രതീക്ഷ ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ജാതി മതമൊന്നും അവിടെ പ്രശ്നമല്ല. അപ്പൊ നമ്മള് തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി എങ്ങനെയാണ് കോർപ്പറേഷനിൽ വന്നത്? കാരണം കഴിഞ്ഞ 2015 തെരഞ്ഞെടുപ്പിൽ 35 സീറ്റിലേക്ക് വിജയിച്ചു. 2020 അത് 30-35 സീറ്റ് നിലനിർത്തി. അപ്പൊ അവിടെ നിന്നാണ് 50 സീറ്റിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വിജയപ്രതീക്ഷയാണ് ബി ജെ പിയുടെ വോട്ട് കൂടുന്നത്, ബേസിക് വോട്ട് കിടക്കണം. അപ്പൊ നമ്മള് ഈ ഇതിൽ ഞാൻ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പിക്ക് മാത്രമാണ് കേരളത്തിൽ സ്റ്റേബിൾ ആയ, CPM കഴിഞ്ഞാൽ സ്റ്റേബിൾ വോട്ട് ബാങ്ക് ഉള്ളത് ബി ജെ പിക്കാണ്. CPM-ന്റെ വോട്ട് ലോകസഭയിലും നിയമസഭയിലും തദ്ദേശ സ്ഥാപനം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 3 തരത്തിലാണ്. ഇതിനകത്ത് ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് മത്സരിക്കുന്നത്. കാരണം ദേശീയ തലത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ പോകുന്നു ഒരു തെരഞ്ഞെടുപ്പ്. അതിനെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ എതിർക്കുന്നു.
അപ്പം അവിടെ ഒരു കേന്ദ്രീകരണം എന്ന് പറയുന്നത് BJP വേഴ്സസ് ആന്റി BJP. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിൽ അതിന് പ്രാധാന്യം കിട്ടുന്നു. പക്ഷേ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും സംസ്ഥാന ഭരണകൂടത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് ഇവിടെ വിശകലനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത്? പലരും ചർച്ച ചെയ്യുന്നത് പിണറായി ഭരണം പോയേ തീരൂ എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നു. അപ്പം അതിനുവേണ്ടി എല്ലാവരും പിണറായിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആന്റി പിണറായി ഒരു സ്റ്റാൻഡുള്ള ആൾക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ സാധ്യത ഉള്ള ആൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് എത്തുന്നു. മറുഭാഗത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇപ്പുറത്ത് പ്രതിപക്ഷത്ത് UDF എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ സംഘടനകളുടെ ഒരു കൂടാരമാണ്. അതുകൊണ്ട് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അതൊരു മുസ്ലിം കേന്ദ്രീകരണമാണ് ഉണ്ടാവുന്നത്. മുസ്ലിങ്ങൾ അധികാരത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ കവർന്നെടുക്കും. ഇപ്പൊ തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകും, 6 മന്ത്രിമാർ കിട്ടും എന്നൊക്കെ പറയും. അപ്പൊ ഇതിനെ സാധാരണക്കാരന് വ്യാഖ്യാനിച്ചെടുക്കുന്നത് എന്താണ്? അപ്പോൾ UDF അധികാരത്തിൽ വരാൻ പാടില്ല. അപ്പം എവിടെയാണോ BJP വളരെ ഫോർമൽ വലിയൊരു പ്രസൻസ് ഉള്ളത്, ആ സ്ഥലത്തൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും BJPക്ക് അവരുടെ വോട്ടിനെ പിടിച്ചു നിർത്താൻ കഴിയാത്തൊരവസ്ഥ വരും. അതായത് ഒന്നുകിൽ പിണറായിയെ തോൽപ്പിക്കാൻ വേണ്ടി BJP ശക്തമല്ലാത്ത സ്ഥലത്ത് ആളുകൾ UDFന് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ UDF വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിത മുസ്ലിം മേധാവിത്വം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ LDFന് വോട്ട് ചെയ്യും. അപ്പം BJP എവിടെയാണോ വളരെ ശക്തിയായി നിൽക്കുന്നത് ആ സ്ഥലത്ത് മാത്രമേ BJPക്ക് അവരുടെ വോട്ടിനെ പിടിച്ചു നിർത്താൻ പറ്റൂ എന്നുള്ളൊരു ന്യൂനത പ്രകടമാണ്. അത് പക്ഷെ നമ്മൾ അങ്ങനെ പറയുമ്പോഴും BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ BJPക്ക് കൂടുതൽ സ്വീകാര്യത വന്നു. വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളിലാണ് ഫൈനൽ റൗണ്ടിൽ BJPയുടെ വോട്ട് മാറുന്നത്. പക്ഷെ അതേസമയം BJPയുടെ ബേസ് വോട്ട് കുറയുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ പ്രധാനമായിട്ടും BJPയുടെ വോട്ട് ഹിന്ദു സമൂഹത്തിലാണ് നിൽക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ചില മേഖലയിൽ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പൂഞ്ഞാറ് മേഖലയിൽ PC ജോർജിന്റെ സംഘടന BJP ലയിച്ചു. അപ്പൊ അതിനുശേഷം ആ തരത്തിലുള്ള ഒരു മാറ്റം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ മുനമ്പത്തുണ്ടായി. അതിനപ്പുറം ക്രിസ്തീയ സമൂഹത്തിന്റെ പിന്തുണ BJPക്ക് ലഭിച്ചിട്ട് ഞാൻ BJPയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ബേസിക്കലി 95% ഹിന്ദു സമൂഹത്തിൽ നിന്ന് തന്നെയാണെന്നാണ് എൻ്റെ നിരീക്ഷണം. അതില് ഞാനൊരു പഠനം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ BJPയുടെ വോട്ട് ഷെയറിനെ ഹിന്ദു സമൂഹത്തിൽ നിന്നാണെന്നുള്ളൊരു നിഗമനത്തിൽ നമ്മൾ എത്തുമ്പോഴാണെങ്കിൽ അതിൽ നമ്മൾ ജില്ലാ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജില്ലയിൽ മൊത്തം ലഭിക്കുന്നത് 26% വോട്ടാണ് ലഭിക്കുന്നത്. ലോകസഭയിൽ ഞാൻ നേരത്തെ 33% ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ BJPയുടെ ത്രിതല പഞ്ചായത്തിൽ ഗ്രാസ് റൂട്ട് തലത്തിൽ നടന്ന ഇലക്ഷനിൽ BJPയുടെ വോട്ട് ഷെയർ 25.8%. അങ്ങനെയാണെങ്കിൽ അത് ഹിന്ദു സമൂഹത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 66.9% ഹിന്ദുക്കളുള്ളത്. അത് 38.54%. അതായത് തിരുവനന്തപുരം ജില്ലയിലെ 38% ഹിന്ദുക്കളും BJPക്കാണ് വോട്ട് ചെയ്തത്. ഇത് പ്രകാരം ലോകസഭയിൽ ഇത് ഏതാണ്ട് 50%ആണ് BJPയുടെ. കാരണം ആ തരത്തിൽ നോക്കുമ്പോൾ BJPയുടെ വോട്ട് നമ്മൾ സമൂഹം ശ്രദ്ധിക്കുന്നില്ല. അവിടെയാണ് വരുന്നത്. അതായത് ലോക്സഭയിലേക്ക് മത്സരം BJPയും മറ്റുള്ളവരും തമ്മിലായതുകൊണ്ട് ഇപ്പം BJP ജയിക്കുന്ന സ്ഥലങ്ങളിൽ BJPക്ക് വോട്ട് ചെയ്യും, അല്ലാത്ത സ്ഥലങ്ങളിലും BJPയുടെ വോട്ട് വർദ്ധിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലൊക്കെ BJPക്ക് 1 ലക്ഷം വോട്ടൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടാറുണ്ട്. ചിലപ്പോൾ കോൺഗ്രസ്സുകാർ കൂടി വോട്ട് ചെയ്യുന്നതായിരിക്കും, എന്ത് തന്നെയായാലും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയ അതേ അസംബ്ലി സെഗ്മെന്റുകളിൽ ആ വോട്ട് നിലനിർത്താൻ പലപ്പോഴും BJPക്ക് കഴിയുന്നില്ല. ആ വോട്ട് നിലനിർത്തുന്നതല്ല, ബേസ് വോട്ട് നിലനിർത്തുന്നുണ്ട്. BJPക്ക് ബോണസ് വോട്ട് കിട്ടുന്നില്ല, പക്ഷെ ബേസ് വോട്ട് നിലനിർത്തുന്നു. അല്ല, BJP താഴേക്ക് പോകുന്നില്ല, പക്ഷേ മുന്നോട്ട് പോകുന്നില്ല. ലോകസഭയിൽ ലഭിച്ചതിനേക്കാൾ മുന്നോട്ട് പോകുന്നു. പക്ഷെ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 6-7 ജില്ലകളിലെ BJPയുടെ വളർച്ച, വിശേഷിച്ചും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട് ഈ ജില്ലകളിൽ BJPയുടെ വളർച്ച വളരെ വലുതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴേക്കും നമ്മൾ മറ്റ് മുന്നണികളുടെ വളർച്ചയും BJPയും കൂടെ നമ്മൾ താരതമ്യം ചെയ്യണം. BJPയുടെ വിജയസാധ്യത ഇല്ലാഞ്ഞിട്ടും ഈ ഓരോ തെരഞ്ഞെടുപ്പിലും ഈ 6 ജില്ലകളിൽ BJPയുടെ വോട്ട് വൻപിച്ച മുന്നേറ്റം നടത്തുന്നുണ്ട്. BJPക്ക് അസംബ്ലിയിൽ പ്രാതിനിധ്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന മണ്ഡലങ്ങളിൽ വോട്ട് പിടിക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന്
തിരുവനന്തപുരത്ത് വോട്ട് പിടിക്കാൻ പറ്റും, പത്തനംതിട്ട ചില സീറ്റിൽ വോട്ട് പിടിക്കാൻ പറ്റും, തൃശ്ശൂരിൽ വോട്ട് പിടിക്കാൻ പറ്റും, കോഴിക്കോട് തന്നെ 1-2 സീറ്റിൽ വോട്ട് പിടിക്കാൻ പറ്റും. പക്ഷെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ, ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ 1-2 സ്ഥലങ്ങളിൽ സീറ്റ് വോട്ട് പിടിക്കാൻ പറ്റും. മറ്റ് സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ഒരു ഫോഴ്സ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു ധ്രുവീകരണത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തുനിഞ്ഞിരുന്ന ആളുകൾ പോലും പിണറായിയെ തോൽപ്പിക്കണമെന്ന്, അല്ലെങ്കിൽ ലീഗിന്റെ UDF-നെ തോൽപ്പിക്കണം എന്നുള്ള രീതിയിലേക്ക് ആ ഒരു പോളറൈസേഷനിലേക്ക് ബി ജെ പിയുടെ വോട്ടർമാർ മാറുകയല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അല്ല, അത് അങ്ങനെ ആ നിരീക്ഷണം കറക്റ്റ് അല്ല. കാരണം രാഷ്ട്രീയമായ ബി ജെ പിയുടെ വോട്ട് എല്ലാ 140 മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് തന്നെ ലഭിക്കും. പക്ഷേ ബി ജെ പിക്ക് നമ്മളെ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ നിർണ്ണയിക്കുന്നത് സ്വന്തം പാർട്ടി വോട്ടല്ലല്ലോ, സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ഈ ഫ്ലോട്ടിംഗ് വോട്ട് എന്ന് പറയും. വലിയൊരു ശതമാനം ജനങ്ങൾ അതാത് സാഹചര്യം അനുസരിച്ച് വോട്ട്. അപ്പൊ ബി ജെ പിക്ക് ലഭിക്കാതെ പോകുന്നത് ഈ ഫ്ലോട്ടിംഗ് വോട്ട് ബി ജെ പിക്ക് വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളിൽ കുറവായിരിക്കും. നമ്മൾ ഒരു പാർട്ടിയുടെ കരുത്തിനെ അളക്കേണ്ടത് പാർട്ടിയുടെ വോട്ട് ക്രമാനുഗതമായി വർദ്ധിക്കുന്നുണ്ട്. പാർട്ടിയുടെ ഔട്ട്റീച്ച്, അതായത് ഹിന്ദുക്കളിലാണ് ബേസിക്കലി ബി ജെ പിയുടെ വോട്ട് ബാങ്ക്. അതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിലൊരു പഠനം നടത്തിയ വ്യക്തി എന്നുള്ള തരത്തിൽ ഞാൻ പറയുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹിന്ദുക്കളിൽ നിന്ന് തന്നെയാണ്. ആ വോട്ട് ഷെയറിൽ പല ജില്ലകളിലും വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഹിന്ദുക്കളിലെ ബി ജെ പിയുടെ ഔട്ട്റീച്ച് എന്ന് പറയുന്നത് ഇന്ന് വളരെ വലുതാണ്. അത് വിശേഷിച്ച് നമ്മൾ തിരുവനന്തപുരം ജില്ല, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, തൃശ്ശൂർ പോലുള്ള ജില്ലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാവുന്നത് പാലക്കാടും അത് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം അത് ലോകസഭ മാത്രമല്ല, ഞാൻ ലോകസഭയുടെ ഈ അവലോകനത്തിന് ലോകസഭ എടുത്തില്ല. ലോകസഭ എടുക്കുകയാണെങ്കിൽ വലിയ വലിയ ഔട്ട്റീച്ച് ആണുള്ളത്. കാരണം ഉദാഹരണത്തിന് നമുക്ക് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലും ആലപ്പുഴയിലൊക്കെ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തി. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ പരമ്പരാഗതമായി ബി ജെ പിക്ക് ശക്തി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് ഏറ്റവും താഴെപ്പടി എടുത്തു. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വോട്ടിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഹിന്ദു സമൂഹത്തിലേക്ക് ബി ജെ പിയുടെ റീച്ച് എത്രയുണ്ടെന്നുള്ളത്. അതായത് ഹിന്ദുക്കളിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജില്ലകളിൽ കൂടുതലുമുള്ളത്. ആ ജനങ്ങളിലേക്ക് കടന്നു ചെന്നതിന് ഒരു തെളിവാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കിട്ടിയ വോട്ട് ഷെയർ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ 25.8%, കൊല്ലത്ത് 20%, പത്തനംതിട്ടയിൽ 20%, ആലപ്പുഴയിൽ 20.38%, കോട്ടയത്ത് തൃശ്ശൂർ 20.29%, പാലക്കാട് 18.1% ബി ജെ പിക്ക് ലഭിച്ചത്. ഞാൻ പറയാൻ കാരണം ബി ജെ പിക്ക് വലിയ ഗ്രോത്ത് ഉള്ള ജില്ലകളാണ്. ഇതിന് സമാന്തരമായിട്ട് കോഴിക്കോട് വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട്, കണ്ണൂർ ഉണ്ടായിട്ടുണ്ട്, കാസർഗോഡ്. അതിന് വേറൊരു തലത്തിലെടുക്കാം. ഈ 6-7 ജില്ലകളിലെ ബി ജെ പിയുടെ വളർച്ചയെ നമ്മൾ ഹിന്ദു ഔട്ട്റീച്ച് ആയി കഴിഞ്ഞാൽ പഞ്ചായത്ത് തലത്തിലെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ 38.54% ഹിന്ദുക്കളിലേക്ക് ത്രിതല പഞ്ചായത്തിൽ ബി ജെ പിയുടെ റീച്ച് ചെന്നിട്ടുണ്ട്, അവരുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കൊല്ലം ജില്ലയിലാവുമ്പോൾ അത് 30.3%, പത്തനംതിട്ട ജില്ലയിൽ 34.9%, ആലപ്പുഴയിൽ 29.69%, അതുപോലെ തൃശ്ശൂരിൽ അത് 34.75%, പാലക്കാട് 27.12%. അതായത് ഹിന്ദുക്കൾ ഏതാണ്ട് 1/3 ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു. 1/3-ലധികം. അതായത് ശരാശരി ഹിന്ദുക്കളിൽ കേരളത്തിലെ 6 ജില്ലകളിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കളിലെ 3/1 ആൾക്കാർ ബി ജെ പിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞു. ലോകസഭയിലെ ഈ 6 ജില്ലകളിൽ ബി ജെ പി വോട്ട് ചെയ്ത് ഇതിലും മുന്നെയാണ്. അപ്പൊ ഞാനൊരു പഠനം എന്നുള്ള തരത്തിൽ ബേസ് എടുത്തത് ലോകസഭയിലെ, കാരണം ലോകസഭയിൽ വേറെ ചില കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബി ജെ പിയുടെ കേരളത്തിലെ കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലോകസഭയിൽ കിട്ടിയ വോട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി ലഭിക്കുന്ന വോട്ട് തന്നെയാണ് അവിടെ. അത് മറ്റ് മറ്റിതിലല്ല, ഒരു ആന്റി ഗവൺമെന്റ് വോട്ടല്ല അവിടെ വരുന്നത്. അപ്പൊ മറ്റതങ്ങനെയല്ല. ഉദാഹരണത്തിന് തിരുവനന്തപുരം നിയോജക മണ്ഡലം, തിരുവനന്തപുരത്തുള്ള ഒരു നിയമസഭാ മണ്ഡലം നമ്മൾ പരിശോധിച്ചാല് ലോകസഭയിൽ 25% വോട്ട് കിട്ടുന്ന CPM-ന് നിയമസഭയിൽ 40% വോട്ട് ലഭിക്കുകയാണ്. അപ്പം CPM-ലേക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. ആ തരത്തിൽ ബി ജെ പിയുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നില്ല. ബേസ് വോട്ട് അവിടെ നിലനിൽക്കുകയും ലോകസഭയിൽ അത് മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ബി ജെ പിയുടെ വളർച്ച ഈ തെരഞ്ഞെടുപ്പിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിലെ പരമ്പരാഗത 2 മുന്നണികൾക്ക് ബദലായിട്ട് ബി ജെ പി നയിക്കുന്ന NDA ഒരു പ്രബല മുന്നണിയായിട്ട് ഏതാണ്ട് 3/1 നിയോജക മണ്ഡലങ്ങളിൽ വരും. നമ്മൾ വിജയം മാത്രമല്ല ഒരു പ്രസ്ഥാനത്തിന്റെ കരുത്ത്. മണ്ഡലങ്ങൾ വലിയ ശക്തിയായിട്ട് വരും. വലിയ ശക്തി 3/1 മണ്ഡലങ്ങളിൽ നല്ല ത്രികോണ മത്സരം നടക്കുന്ന
140 നിയോജക മണ്ഡലങ്ങളിൽ 1/3 വരുന്ന മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമാണ്. അതിൽ BJP വളരെ ഉയർന്ന ലെവലിലേക്ക് വരും. അതിൽ തന്നെ ഏതാണ്ട് 2 ഡസൻ മണ്ഡലങ്ങളിൽ ഉയർന്ന നിലവാരത്തിലേക്ക് വരും. അവിടെ നമ്മൾ BJPയുടെ പരിമിതി സൂചിപ്പിക്കേണ്ടത്, BJP ഇടത് വലത് മുന്നണികളെ പോലെ എല്ലാ ജാതി മത സമവാക്യങ്ങളെയും ഏകീകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ വീതം വെച്ചുകൊണ്ടുള്ള ഒരു മുന്നണി സംവിധാനമല്ല BJPക്ക് നിലവിലുള്ളത്. അപ്പൊ BJP യഥാർത്ഥത്തിൽ കേരളത്തിൽ പൊളിറ്റിക്കലി നിൽക്കുകയാണ്. അതിന് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് പ്രത്യേകിച്ച് പറയാൻ പറ്റും. ഇപ്പൊ ഹിന്ദു സമാജം മുഴുവനും പിന്തുണയ്ക്കുന്നില്ല. അപ്പൊ മുസ്ലിം ലീഗ് മലപ്പുറത്ത് മുസ്ലിം സമൂഹം മുഴുവനും മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് പോലെ നമ്മുടെ മറ്റ് ജില്ലകളിലെ ഹിന്ദുക്കള് ആ തരത്തിൽ പിന്തുണയ്ക്കില്ല. അപ്പൊ അതുകൊണ്ട് BJP ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പരമ്പരാഗത മുന്നണി രാഷ്ട്രീയത്തിന് ബദലായിട്ട് അത് മൊത്തത്തിൽ ഒരു അട്ടിമറി അല്ലെങ്കിൽ പോലും 1/3 മണ്ഡലങ്ങളിൽ വലിയ സാന്നിധ്യം അറിയിക്കുകയും അതിൽ തന്നെ 2 ഡസൻ മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുടെ തലത്തിൽ, അപ്പൊ നമ്മൾ വിജയം നിർണ്ണയിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പൊ അതിൽ ത്രികോണ മത്സരത്തിന്റെ ചില അഡ്വാൻറ്റേജസ് ഉണ്ടാവും, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും BJPയുടെ സാധ്യത വളരെ വലുതാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച 6 പ്രബല ജില്ലകളിൽ, ഹിന്ദു ഭൂരിപക്ഷമുള്ള ജില്ലകളിൽ കോൺഗ്രസിന്റെ റിവൈവലിനുള്ള സാധ്യത ഈ നിയമസഭയിലും കാര്യമായി കാണുന്നില്ല. കാരണം കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിലല്ല പരാജയപ്പെട്ടത്. 2006 ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ക്രമേണ കോൺഗ്രസ് ഈ ജില്ലകളിൽ, അത് വിശേഷിച്ചും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ, ഈ 7 ജില്ലകളിൽ വളരെ വ്യക്തമായിട്ട് കോൺഗ്രസിന് മുന്നേറാൻ കഴിയാത്ത അവസ്ഥ കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അപ്പം UDFനെ സംബന്ധിച്ച് 2001 വിജയമാണ് UDFന്റെ വൻ വിജയം കേരളത്തില്. 2001 ശേഷം 2001 കോൺഗ്രസിന് 63 സീറ്റ് ജയിച്ചിരുന്നു. അപ്പൊ 2021 ആകുമ്പോഴത്തേക്കും അത് 21 സീറ്റിലേക്ക് താഴെ വന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ, നമ്മൾ പ്രത്യേകിച്ച് ഓരോ മണ്ഡലങ്ങളും എടുത്ത് പഠിച്ചത് കൊണ്ട് ഇവിടെ മണ്ഡലങ്ങളെ പ്രത്യേകിച്ച് പറയുന്നില്ല. പക്ഷെ BJPക്ക് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. വിജയവും വിജയസാധ്യതയും രണ്ടാണ്. മറ്റ് പല ഘടകങ്ങളും വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ ചില റോൾ വഹിക്കാറുണ്ട്. പക്ഷെ അതും ഇവിടെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളൊരു പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിലേക്ക് കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ കേരള സമൂഹം രാഷ്ട്രീയം മാറേണ്ടി വരും. മുന്നണി ബന്ധങ്ങളിൽ മാറ്റമുണ്ടാകാം. നമ്മൾ ദേശീയ തലത്തിൽ ഇന്ത്യ അലയൻസ് രൂപം കൊണ്ടതുപോലെ കേരളത്തിലും ഒരു ഇന്ത്യ അലയൻസ് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തമായ പാർട്ടി ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർ രണ്ടുപേരും ഒരുമിക്കേണ്ടി വരും. അപ്പൊ ആ തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ യഥാർത്ഥത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പാണ്. അല്ല, ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്ന 2 പാർട്ടികളാണ്. ഒന്ന് മുസ്ലിം ലീഗും മറ്റൊന്ന് BJP ആയിരിക്കും. അത് മുസ്ലിം ലീഗ് മുസ്ലിം മേഖല മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ മുഴുവൻ സീറ്റുകളും അവർ വിജയിക്കും. അല്ല, ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ പെർഫോമൻസ് എന്താണ്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവര് മുൻകാലഘട്ടങ്ങളിൽ വലിയ ശതമാനം സീറ്റുകൾ ജയിച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് ഇടതിനും വലതിനുമുള്ള പരിമിതികളുണ്ട്. പക്ഷെ ഇടതുപക്ഷത്തിൽ ഈ സമയം ന്യൂസ് മേക്കർ എന്നുള്ള തരത്തിൽ നമ്മൾ ഈ താരം എന്നുള്ള തരത്തിൽ ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് ഉണ്ടാവും, മറുഭാഗത്ത് BJP ഉണ്ടാവും. പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിന് അത് വേദിയുമാകും.